Hi everyone. Calicut University M.Com 4th semester Income Tax എന്ന സബ്ജക്റ്റ് ഇത് അസസ്മെന്റ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്ന 5th ചാപ്റ്ററാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കിതിൽ ആദ്യം നോക്കേണ്ട കാര്യങ്ങൾ എന്തെന്ന് പറഞ്ഞാൽ അസസ്മെന്റ് ഓഫ് കമ്പനീസ് ആണ്. അസസ്മെന്റ് ഓഫ് കമ്പനീസിൽ ടൈപ്സ് ഓഫ് കമ്പനീസ് പറയുന്നുണ്ട്. ഇന്ത്യൻ കമ്പനി, ഡൊമസ്റ്റിക് കമ്പനി, ഫോറിൻ കമ്പനി, ദെൻ വൈൽഡ് ഹെൽത്ത് കമ്പനി, ദെൻ ക്ലോസ്ലി ഹെൽത്ത് കമ്പനി എന്ന് പറയുന്ന 5 ടൈപ്പ് ഉണ്ട്. ഈ 5 ടൈപ്പ് എന്താണെന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഇതിൽ ഈ ഇന്ത്യൻ കമ്പനി എന്ന് പറയുകയാണെങ്കിൽ അതിൽ നമ്മൾക്ക് പറയുന്നത്, അതായത് ഒരു ഇന്ത്യൻ കമ്പനി ആവണം എന്ന് പറയുകയാണെങ്കിൽ അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ സെക്ഷൻ 2 സബ്സെക്ഷൻ 26 ഇൻകം ടാക്സ് ആക്ടിൽ പറയുന്നത് കമ്പനീസ് ആക്ട് 1956 ബേസിസിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ലൈക്ക് നമ്മുടെ ഇപ്പോൾ ഉള്ള കമ്പനീസ് ആക്ട് 2013 അതിൽ നമുക്ക് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് എന്തൊക്കെയാന്ന് വെച്ചാൽ എ കമ്പനി ഫോംഡ് ആൻഡ് രജിസ്റ്റേർഡ് അണ്ടർ എനി ലോ റിലേറ്റിംഗ് ടു കമ്പനീസ് ഇൻ ഫോഴ്സ് ഇൻ എനി പാർട്ട് ഓഫ് ഇന്ത്യന്റെ ബേസിസിലാണ്. അതായത് അതിന്റെ പാർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കണം. അതേപോലെ തന്നെ എ കോർപ്പറേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഓർ അണ്ടർ എ സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ പ്രൊവിഷണൽ ആക്ടിന്റെ ബേസിസിലാവണം. നെക്സ്റ്റ് പറയുന്നത് എനി ഇൻസ്റ്റിറ്റ്യൂഷൻ, അസോസിയേഷൻ ഓർ ബോഡി വിച്ച് ഇസ് ഡിക്ലയർഡ് ബൈ ദ ബോർഡ് ടു ബി എ കമ്പനി അണ്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ 17 ബേസിസിൽ ഇൻകം ടാക്സ് ആക്ട് 1961 അതും അവർ അസോസിയേറ്റ് ചെയ്തതിന്റെ ബേസിസിലാവണം. ഇതാണ് നമ്മുടെ ഇന്ത്യൻ കമ്പനിക്ക് വേണ്ട കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ഡൊമസ്റ്റിക് കമ്പനി എന്ന് പറയുകയാണെങ്കിൽ സെക്ഷൻ 194 ബേസിസിലാണ് പറയുന്നത്. ഇതിൽ നമുക്ക് ഇന്ത്യൻ കമ്പനി എന്ന് പറയുന്നതും ഡൊമസ്റ്റിക് കമ്പനി എന്ന് പറയുന്നതും രണ്ടും ഒരു ഡിഫറൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഇന്ത്യൻ കമ്പനി, അതായത് ഇറ്റ് ഇസ് ക്ലിയർ ദാറ്റ് ഓൾ ഇന്ത്യൻ കമ്പനി ആർ ഡൊമസ്റ്റിക് കമ്പനി, ഓൾ ഇന്ത്യൻ കമ്പനീസ് ആർ ഡൊമസ്റ്റിക് കമ്പനി, വൈൽ ഓൾ ഡൊമസ്റ്റിക് കമ്പനീസ് നീഡ് നോട്ട് നെസസറി ടു ബി എൻ ഇന്ത്യൻ കമ്പനി എന്നാണ് നമ്മൾക്ക് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണം എന്നാണ് പറയുന്നത്. എന്തൊക്കെയാ വെച്ചാൽ the share registered of all the shareholders of the company shall be regularly maintained at its principal place of a business within India in respect of any SSC year from a date not later than the first day April of such year. അതായത് അവരുടെ ഷെയർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളും അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മളുടെ ആ ഇയറിന്റെ ഏപ്രിലിന്റെ മുന്നിലാവണം എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് the general meeting for passing the accounts of the previous year declaring the dividend in respect thereof shall be held only at the place within in India. അതായത് നമ്മൾ ഈ ഡിവിഡൻഡ് കൊടുക്കുന്ന കാര്യങ്ങൾ, ഈ പ്രീവിയസ് ഇയറിന്റെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇന്ത്യയിലാവണം. ഓക്കെ, പിന്നെ ദ ഡിവിഡൻഡ് ഡിക്ലെയർഡ് ഇഫ് എനി ഷാൽ ബി പേയബിൾ ഓൺലി വിത്തിൻ ഇന്ത്യ ടു ഓൾ ഷെയർ ഹോൾഡേഴ്സ്. അതായത് ഇന്ത്യയിൽ വെച്ച് പേ ചെയ്യുന്ന ഡിവിഡൻഡ് മാത്രമാകും നമ്മൾക്ക് ഈ ഡൊമസ്റ്റിക് കമ്പനി എന്നുള്ള ഒരു കാറ്റഗറിയിൽ വരുന്നത്. നമ്മുടെ സെക്ഷൻ 2 സബ്സെക്ഷൻ 22A നമ്മൾക്കിത് പറയുന്നത്. ഈ ഡൊമസ്റ്റിക് കമ്പനി എന്ന് പറയുന്നത് ഇന്ത്യൻ കമ്പനി ഓർ എനി അതർ കമ്പനി വിച്ച് ഇസ് റെസ്പെക്ട് ഓഫ് ഇറ്റ്സ് ഇൻകം ഇസ് ലയബിൾ ടു പേ ടാക്സ് അണ്ടർ ദ ഇൻകം ടാക്സ് ആക്ട് ആൻഡ് ഇറ്റ് ഹാസ് മെയ്ഡ് prescribed preparation for the declaration and payment within India of the dividend payable out of such income എന്നുള്ളതിനാണ് നമ്മുടെ ഡൊമസ്റ്റിക് കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് പറയുന്നത് ഫോറിൻ കമ്പനിയാണ്. ഫോറിൻ കമ്പനി ആണെങ്കിൽ ഡൊമസ്റ്റിക് കമ്പനിയും അല്ല, നോൺ ഇന്ത്യൻ കമ്പനിയാണ്. വിച്ച് ഹാസ് നോട്ട് മെയ്ഡ് ദ പ്രിസ്ക്രൈബ്ഡ് അറേഞ്ച്മെന്റ് ഫോർ ദ ഡിക്ലറേഷൻ ആൻഡ് പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് വിത്തിൻ ഇന്ത്യ. അതായത് ഇന്ത്യയിൽ ഡിവിഡൻഡോ കാര്യങ്ങളോ പേയ്മെന്റ്സോ ഒന്നും നടത്താത്ത കമ്പനിയാണ് നമ്മൾ ഫോറിൻ കമ്പനി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ വൈഡ്ലി ഹെൽഡ് കമ്പനി എന്ന് പറയുകയാണെങ്കിൽ കമ്പനി ഇൻ വിച്ച് ദ പബ്ലിക് ആർ സബ്സ്റ്റാൻഷ്യലി ഇൻട്രസ്റ്റഡ്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഈ വൈഡ്ലി ഹെൽഡ് കമ്പനി എന്ന് പറയുന്നത്. അവിടേക്കും നമുക്ക് ഇങ്ങനെ ഒരു 5-6 കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാന്ന് വെച്ചാൽ ഒന്നെന്ന് പറയുമ്പോൾ ഓൺഡ് ബൈ ദ ഗവൺമെന്റ് ഓർ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആവണം. അതിനെയാണ് നമ്മൾ ഈ വൈഡ്ലി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നോട്ട് ലെസ് ദാൻ 40% ഓഫ് ഷെയർസ് ഇവർക്ക് ഉണ്ടാവണം. പിന്നെ രജിസ്റ്റേർഡ് അണ്ടർ സെക്ഷൻ 8 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 ബേസിസിൽ രജിസ്റ്റർ ചെയ്യണം. പിന്നെ ഈ കമ്പനി ഹാവിംഗ് നോ ഷെയർ ക്യാപിറ്റലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. എങ്ങനെയാന്ന് വെച്ചാൽ ഡിക്ലയർഡ് ബൈ ഓർഡർ ഓഫ് ദ ബോർഡ്, അതായത് നമ്മുടെ CBDന്റെ ബേസിസിലാകണം. നോക്കുന്ന സമയത്ത് അവർക്ക് ഷെയർ ക്യാപിറ്റലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ മ്യൂച്വൽ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഈ കമ്പനിയുടെ ബേസിസിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഷെയർസ് ക്യാരിങ് നോട്ട് ലെസ് ദാൻ 15% ഓഫ് ദ വോട്ടിംഗ് റൈറ്റ് ആകണം, വോട്ടിംഗ് പവർ ആകണം. പിന്നെ നോട്ട് എ പ്രൈവറ്റ് കമ്പനി ആൻഡ് ഇക്വിറ്റി ഷെയർസ് ഓഫ് ദ കമ്പനി ആസ് ഓൺ ദ ലാസ്റ്റ് ഡേ ഓഫ് ദ റെലവന്റ് പ്രീവിയസ് ഇയറിന്റെ ബേസിസിലാവണം, 50% ബേസിസിലാവണം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ ക്ലോസ്ലി ഹെൽഡ് കമ്പനിയാണ്. ക്ലോസ്ലി ഹെൽഡ് കമ്പനി എന്ന് പറയുന്നത് പബ്ലിക് ഇസ് നോട്ട് സബ്സ്റ്റാൻഷ്യലി ഇൻട്രസ്റ്റഡ്, അങ്ങനെ വരുന്ന കമ്പനിനെയാണ് നമ്മൾ ക്ലോസ്ലി ഹെൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇതിൽ നോക്കേണ്ട കാര്യങ്ങൾ. പിന്നെ പറയുന്നത്
കമ്പനിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ്. ഒരു കമ്പനി എങ്ങനെയൊക്കെ റെസിഡന്റ് ആകണേ എന്ന് പറയുന്നത് സെക്ഷൻ 6 സബ്സെക്ഷൻ 3 പറയുന്നത്. ഇന്ത്യൻ കമ്പനി ആകണം, അല്ലെന്നാണെങ്കിൽ അതിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലാവണം. ഓക്കെ, അതിനാണ് നമ്മൾ റെസിഡന്റ് കമ്പനി എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ ഈ റെസിഡന്റ് കമ്പനി ആവണം എന്നാണെങ്കിൽ നമ്മളുടെ സെക്ഷൻ 5 സബ്സെക്ഷൻ 1 ബേസിസിൽ പറയുന്ന പോലെ ഇൻകം റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ബൈ ഓർ ഓൺ ദ ബിഹാഫ് ഓഫ് സച്ച് കമ്പനിന്റെ ബേസിസിലാകണം. ദെൻ ഇൻകം വിച്ച് അക്രൂ ഓർ അറൈസസ് ഓർ ഡീംഡ് ടു ബി അക്രൂ ഓർ അറൈസസ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ആവണം. പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ നമ്മളുടെ ഇൻകം അക്രൂ ചെയ്തത് അല്ലെങ്കിൽ ഔട്ട്സൈഡ് പ്രീവിയസ് ഇയറിന് കിട്ടുന്നത് ഔട്ട്സൈഡോ അല്ലെങ്കിൽ നമ്മളുടെ ഇൻകം ടാക്സിന്റെ അണ്ടറിൽ വരാത്തത് അറൈസിങ് അക്രൂ ചെയ്യുന്നത് ഏതും നമ്മളുടെ ഇന്ത്യയിൽ അല്ല എന്നുള്ള ഒരു കാര്യത്തിൽ വരികയാണെങ്കിൽ അതിൽ നമുക്ക് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് റെസിഡന്റ്, അതിന്റെ റെസിഡന്റ് ആയിട്ട് നമുക്കത് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് നോൺ റെസിഡന്റ് ആയിട്ടായിരിക്കും അത് അങ്ങോട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് പറയുന്നത്. പിന്നെ നോൺ റെസിഡന്റ് ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം, അതായത് ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ് പ്രീവിയസ് ഇയറിന്റെ ബേസിസിലെല്ലാം ആവുന്നത് നമ്മുടെ ബിഹാഫ് ഓഫ് ദ കമ്പനി ഒക്കെ വരുന്നത് നമ്മുടെ ഇന്ത്യയിൽ അല്ലാതെ വരുന്ന സാഹചര്യത്തിലും, പിന്നെ ഇൻകം വിച്ച് അക്രൂ ഓർ അറൈസസ് ഓർ ഡീംഡ് ടു ബി അക്രൂ ഓർ അറൈസസ് ടു ഇറ്റ്സ് ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ആണെങ്കിൽ നമ്മളതിനെ നോൺ റെസിഡന്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് ഇതിൽ വരുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് സെക്ഷൻ 80IA എന്ന് പറഞ്ഞൊരു സെക്ഷൻ വരുന്നുണ്ട്. ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം ദി ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഓർ എന്റർപ്രൈസസ് എൻഗേജ്ഡ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ബേസിസിലാണ് നമുക്ക് ആ സെക്ഷൻ പറയുന്നത്. അപ്പൊ ഈ സെക്ഷന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയാണ് ആദ്യം വരുന്നത്. ആ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയിൽ തന്നെ നമുക്ക് ഡെവലപ്പിംഗും ഓപ്പറേറ്റിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് എനി ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ആണ് വരുന്നത്. ഇതിൽ പറയുകയാണെങ്കിൽ ഇറ്റ് സ്റ്റാർട്ട്സ് ഓപ്പറേറ്റിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഒക്കെ തുടങ്ങുന്നത് 1/4/1995 ആകണം. പിന്നെ ഇതിന്റെ അതായത് എനി എന്റർപ്രൈസസ് വിച്ച് സ്റ്റാർട്ട്സ് ദ ഡെവലപ്മെന്റ് ഓർ ഓപ്പറേഷൻ മെയിൻ്റെനൻസ് കാര്യങ്ങളും ആഫ്റ്റർ 1/4/2017 ബേസിസിലാണെങ്കിൽ അതിനുശേഷം തുടങ്ങിയതാണ് എന്നാണെങ്കിൽ വിൽ നോട്ട് ബി എലിജിബിൾ ഫോർ ദ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80I ഡിഡക്ഷൻ കിട്ടത്തില്ല. അതിന് പകരം ഇവർക്ക് ഡിഡക്ഷൻ കിട്ടുന്നത് 35AD എന്നുള്ളൊരു ഡിഡക്ഷന്റെ ബേസിസിലാണ്. പിന്നെ പറയുന്നത് ഇൻഡസ്ട്രിയൽ പേർക്സ് ആണ്. ഇൻഡസ്ട്രിയൽ പേർക്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇൻഡസ്ട്രിയൽ പേർക്സ് ഡെവലപ്മെന്റ് ഓപ്പറേഷന്റെ ബേസിസിൽ വരുന്നതാണ്. ഇവിടെ ഈ അണ്ടർടേക്കിംഗ്സ് ബിഗിൻ ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്, ഓപ്പറേറ്റിംഗ് കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് പേർക്ക് എനി ടൈം ഡ്യൂറിംഗ് ദ പീരിയഡ് ഫ്രം 1/4/2006 മുതൽ 31/3/2011 ബേസിസിലാവണം. പിന്നെ പവർ അണ്ടർടേക്കിംഗ് ആണ്. പവർ അണ്ടർടേക്കിംഗ് ആണെങ്കിലും ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻസും കാര്യങ്ങളും എല്ലാം തുടങ്ങുന്നത് 1/4/1993 തൊട്ട് 31 മാർച്ച് 2017 ബേസിസിലാകണം. പിന്നെ ഇതല്ലാന്നാണെങ്കിൽ ഇതിന്റെ ട്രാൻസ്മിഷനും കാര്യങ്ങളും നെറ്റ്വർക്കും കാര്യങ്ങളും എല്ലാം ഡിസ്ട്രിബ്യൂഷൻ എല്ലാം ചെയ്യുന്നത് ഡ്യൂറിംഗ് ദ പീരിയഡ് ഫ്രം 1/4/1990 ടു 31 March 2017 ആകണം. However, the deduction shall be allowed only in the respect of the profit derived from the laying of such network of new line for the transmission or distribution ബേസിസിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് കിട്ടത്തുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഈ അണ്ടർടേക്കിംഗ് സബ്സ്റ്റാൻഷ്യൽ വരുന്നത് റിനോവേഷനും മോഡറേഷൻസും ഒക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ടൈമും ബിഗിൻ 1/4/2004 തൊട്ട് എൻഡിങ് 31 March 2017 ആണെങ്കിൽ ഈ ഡിഡക്ഷൻ കിട്ടത്തുള്ളൂ. പിന്നെ അണ്ടർടേക്കിംഗ് ഓൺഡ് ബൈ ആൻ ഇന്ത്യൻ കമ്പനി ആൻഡ് സെറ്റപ്പ് ഫോർ ദ റീകൺസ്ട്രക്ഷൻ ഓർ റിവീൽ ഓഫ് എ പവർ ജനറേഷൻ പ്ലാന്റ് ആണെങ്കിൽ അതും ബിഫോർ 30 November 2005 ബേസിസിലാകണം. അതും വിത്ത് മെജോറിറ്റി ഇക്വിറ്റി പാർട്ടിസിപ്പേഷൻ ബൈ പബ്ലിക് സെക്ടർ കമ്പനീസ് ആണെങ്കിൽ മാത്രമേ ഡിഡക്ഷൻ കിട്ടത്തുള്ളൂ. പിന്നെ സച്ച് അണ്ടർടേക്കിംഗ്സ് ഷുഡ് ബിഗിൻസ് ടു ജനറേറ്റ് ഓർ ട്രാൻസ്മിറ്റഡ് ഓർ ഡിസ്ട്രിബ്യൂട്ടഡ് പവർ ബിഫോർ 31 March 2011 ആകണം. ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് 80I ഡിഡക്ഷൻ കിട്ടത്തുള്ളൂ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് മിനിമം ഓൾട്ടർനേറ്റ് ടാക്സ് മാറ്റ് സെക്ഷൻ 115JB ആണ് നമ്മൾക്ക് ഇവിടെ പറയുന്നത്. ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഡൊമസ്റ്റിക് കമ്പനി ഹാസ് ഒബ്റ്റഡ് ഫോർ സ്പെഷ്യൽ ടാക്സ് ആക്ഷൻ റിജിം 115BAA അതേപോലെ തന്നെ 115BAB ആണെങ്കിൽ നമുക്ക് പ്രീവിയസ് പ്രൊവിഷൻസ് ഓഫ് മാറ്റ് നമ്മൾക്ക് അപ്ലിക്കബിൾ ആണ്. ഹവർ നോ എക്സംഷൻ ഇസ് അപ്ലിക്കബിൾ ഇൻ ദ കേസ് വേർ സെക്ഷൻ 115(5)A ഹാസ് ബീൻ ഒപ്റ്റഡ്. അതായത് നമ്മളുടെ 115BA എന്നുള്ള ഒരു സെക്ഷനിൽ നമുക്ക് ഡിഡക്ഷൻ കിട്ടുകയാണെങ്കിൽ വേറെ ഒരു സെക്ഷനിലത്തെ ഡിഡക്ഷൻസും നമുക്ക് കിട്ടത്തില്ല. ഓക്കെ, ഇൻ ദാറ്റ് കേസ് പ്രീവിയസ് മിനിമം ഓൾട്ടർനേറ്റ് ടാക്സ് ആയിരിക്കും നമുക്ക് അപ്ലിക്കബിൾ ആകുന്നത്. അതിൽ നമുക്ക് ടാക്സ് പേയബിൾ കനോട്ട് ലെസ് ദാൻ 15% ആകണം. ബുക്ക് പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്തത് 115JB ബേസിസിലാണെങ്കിൽ മാത്രമേ ഈ ഡിഡക്ഷനും കിട്ടത്തുള്ളൂ. ഓക്കെ, പിന്നെ ഈ മാറ്റ് ലെവി ചെയ്യുന്നത് 9% ആണ് നമുക്ക് വരുന്നത് ഇൻ കേസ് ഓഫ് കമ്പനി ബീയിങ് ദ യൂണിറ്റ് ഓഫ് ആൻ ഇന്റർനാഷണൽ
ഫിനാൻഷ്യൽ സർവീസ് സെന്റർ ആൻഡ് ഡിറൈവിംഗ് ഇറ്റ്സ് ഇൻകം സോളോലി ഇൻ ദ കൺവേർട്ടബിൾ ഫോറിൻ എക്സ്ചേഞ്ചിന്റെ ബേസിസിലാണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ സെക്ഷന്റെ ബേസിസിൽ നമ്മളുടെ പ്രീവിയസ് ഇയറിന്റെ റെലവന്റ് അസസ്മെന്റ് കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ലെസ് ദാൻ 15% ഓഫ് ബുക്ക് പ്രോഫിറ്റും പ്ലസ് സർചാർജും അതിന്റെ കൂടെ തന്നെ എഡ്യൂക്കേഷൻ സെസ്സും ദെൻ സച്ച് ബുക്ക് പ്രോഫിറ്റ് ഷാൽ ബി ട്രീറ്റഡ് ആസ് എ ടോട്ടൽ ഇൻകം ആയിട്ടാണ് നമ്മൾ ആ കമ്പനിയുടെ ടോട്ടൽ ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ എത്തിയും നമ്മുടെ ഷാൽ ബി ഡീംഡ് ടു ബി 15% ഓഫ് ദ ബുക്ക് പ്രോഫിറ്റ് ആകണം. ഓക്കെ, പിന്നെ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ലെസ് ദാൻ 50% ബേസിസിലാകും നമുക്ക് ബുക്ക് പ്രോഫിറ്റിന്റെ ബേസിസിൽ കിട്ടുന്നത്. ദെൻ പ്രോഫിറ്റ് വിൽ ബി ഡീംഡ് ടു ബി ടോട്ടൽ ഇൻകം ആൻഡ് ടോട്ടൽ ടാക്സ് വിൽ ബി പേയബിൾ 15% ഓഫ് ദ സച്ച് ബുക്ക് പ്രോഫിറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് ഇവിടെ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ദെൻ അതിനുശേഷം നമ്മൾക്ക് വരുന്നത് പ്രോബ്ലംസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് കുറെ പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ എല്ലാ പ്രോബ്ലംസും ചെയ്ത് നോക്കാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കുക. മെയിൻ ആയിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അല്ലാതെ വരുന്ന കുറച്ച് പ്രോബ്ലംസ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി പ്രോബ്ലം എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങളിത് നോക്കേണ്ടത് ഇല്ലുസ്ട്രേഷൻ 4 ഒരു പ്രോബ്ലം പറയുന്നുണ്ട്. അതൊരു ചെറിയ പ്രോബ്ലം ആണ്. ജസ്റ്റ് നമുക്ക് ഇൻകം കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ദെൻ അതിന്റെ ബേസിസിലാണ് നമുക്ക് സൊല്യൂഷൻ തന്നിട്ടുള്ളത്. അതൊരു ചെറിയ പ്രോബ്ലം ആണ്, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, കുറച്ച് വലിയ പ്രോബ്ലംസ് നമുക്ക് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അല്ലാതെ തന്നെ കുഞ്ഞു കുഞ്ഞു പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്ന പ്രോബ്ലംസ് തന്നെയാണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ അതിനുശേഷം കുറേ പറയുന്നുണ്ട്. ദെൻ ഇല്ലുസ്ട്രേഷൻ 9 ഒരു പ്രോബ്ലം പറയുന്നുണ്ട്. അതും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ഇതിൽ നമ്മൾ വിട്ട കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോകുക. ഓക്കെ, അതിൽ നമുക്ക് എന്തൊക്കെ ഡിഡക്ഷൻസ് നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചിട്ട് പോകുക. ഓക്കെ, പിന്നെ അതിനുശേഷം കുറേ പ്രോബ്ലംസ് പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ.